ഇതൊരു ഓഫ് ഡേയിൽ ഇടിയപ്പം ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസമായിട്ട് ഇടിയപ്പം മുട്ടക്കറിയും കഴിക്കണം ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നപ്പോൾ കിച്ചൺ ഫുള്ള് ബിസിയായിരുന്നു. അപ്പോൾ മുട്ട മാത്രം പുഴുങ്ങിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സമയമാകുമ്പോൾ വരാമെന്നുള്ളതിൽ ഞാൻ വന്നേക്കണതാണ്. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് പണി തുടങ്ങിയത്. എനിക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കുക. പക്ഷെ എടുക്കണ പണി നല്ല വൃത്തിക്ക് എടുക്കുള്ളൂ, ആ ഒരു കാര്യമുണ്ട് എൻ്റെ ഇതിൽ. പക്ഷേ ഞാൻ ഭയങ്കര സ്ലോ ആണ്. പ്രത്യേകിച്ച് എനിക്ക് പത്തിരി, പുട്ട്, ഇടിയപ്പം, എൻ്റെ നാട്ടിൽ ഇടിയപ്പം എന്നുണ്ട് എന്നൊക്കെ പറയാം. ചില നാട്ടിൽ നൂൽപുട്ട്, നൂൽപ്പത്തിരി എന്നൊക്കെ പറയും. അപ്പം ഇതൊക്കെ ഉണ്ടാക്കണ കാര്യത്തിൽ ഞാൻ ഇത്തിരി വീക്കല്ല, അത്യാവശ്യം അറിയാം, പക്ഷേ ഭയങ്കര ലാവശ്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ ഇത്ത് ഉണ്ടാക്കണത് ഇപ്പം എൻ്റെ ഉമ്മ കേൾക്കുമ്പോൾ പറയുമോ അവൾ എത്താത്താനെയാണ് അവൾ പൊക്കി പറയുന്നത്. എൻ്റെ ഉമ്മയുടെ മുളക് ജാറ്, പിന്നെ അതുപോലെ തക്കാളി ചമ്മന്തി, മുട്ടച്ചമ്മന്തി, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും എനിക്കൊരു ഫേവറേറ്റ് ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് എൻ്റെ ഇത്താത്താടെ ചായക്കടികൾ, ഓ മൈ ഗോഡ്, ഐ മിസ് യു ഡി. അതായത് ഇടിയപ്പമൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് വീട്ടിലുണ്ടായ സമയത്തൊക്കെ അവൾ രാവിലെ ചായക്ക് ജോലിക്ക് പോണേക്കാൾ മുമ്പ് അവൾ കൂട്ടി വെച്ചിട്ട് പോകും. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഇപ്പോഴും എനിക്ക് മൈ ഗോഡ് ഇൻഷാ അല്ലാ. അങ്ങനെ ഇടിയപ്പത്തിന് ഞാനെങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഇടിയപ്പമൊക്കെ സെറ്റാക്കി. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അൽഹംദുലില്ലാ. പിന്നെ മുട്ടക്കറി റെഡിയാക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ച് ഇടിയപ്പം പിറ്റേ ദിവസത്തേക്ക് ഒരു ഇത്തിരി സോഫ്റ്റ് കുറവുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചൂടാക്കി കഴിഞ്ഞപ്പോൾ അത് ഓക്കെ. പക്ഷെ അത്യാവശ്യം കഴിക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മല്ലിപ്പൊടി ഇല്ല. അപ്പം തളരരുത് രാമൻകുട്ടി എന്നല്ലേ പറയുക. അങ്ങനെ നമ്മൾ ഒരു സാഹചര്യത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ മല്ലിപ്പൊടി ഇല്ല. അങ്ങനെ കൂട്ടുകാരത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവളുടെ ഇല്ല. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ഭയങ്കര വിഷമമായി, ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ ആയിട്ട് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അല്ല മല്ലി ഉണ്ട് കുറച്ച്. അങ്ങനെ പിന്നെ മല്ലി എടുത്ത് വറുത്ത് അത് മിക്സിയിലിട്ട് പൊടിച്ച് നല്ല അടിപൊളി മല്ലിപ്പൊടി ആയിട്ടുണ്ട്. അപ്പം എന്ത് മനസ്സിലാക്കി, ഇനി മുതൽ മല്ലി മേടിച്ചിട്ട് ഞാൻ മല്ലിപ്പൊടി ഉണ്ടാക്കും. ഇവിടുത്തെ മല്ലിപ്പൊടിക്ക് എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ തീർന്ന വിഷമം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ലാസ്റ്റ് കുപ്പി ഊത്തണ ഒരു ഇതുണ്ടാ. അങ്ങനെ തേങ്ങ പൊടിയാണ് ഇട്ടിട്ടേക്കണത്, പാല് പിഴിഞ്ഞൊഴിക്കണ പകരം. അല്ലാതെ ഉള്ളിമുട്ടിക്കറിയായിരുന്നു. ഞാൻ തന്നെ എന്നെ പ്രൗഡായിട്ട് പറയണ്ടല്ല, നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കണ സമയത്ത് അതൊരു പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ. അങ്ങനെ പിന്നെ ആ ഒരു കലത്തിൽ തന്നെ ഞാൻ ഒരു ഇടിയപ്പം കഴിച്ച്. പിന്നെ എനിക്ക് പിറ്റേ ദിവസത്തൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കുളിച്ച് പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെ വൈകുന്നേരം ഞങ്ങൾ പാർട്ടി കൂടി ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട്.